10 വർഷം അധികാരത്തിൽ നിന്നും മാറി നിന്ന ശേഷം അധികാരത്തിലേക്ക് 102 സീറ്റിന്റെ തിളക്കമാർന്ന വിജയവുമായി തിരിച്ചെത്തിയ കോൺഗ്രസ് UDF. തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരുപാട് വാഗ്ദാനങ്ങളാണ് അവർ ജനങ്ങൾക്ക് മുന്നിൽ വെച്ചത്. ഈ സർക്കാരിന്റെ പെർഫോമൻസ് അതുകൊണ്ട് തന്നെ വളരെ പ്രതീക്ഷയോടെ ജനങ്ങൾ ഉറ്റുനോക്കുകയും ചെയ്യുന്നു. എന്തൊക്കെയാണ് സർക്കാരിന് മുന്നിലുള്ള വെല്ലുവിളികൾ, എന്തൊക്കെ ഘടകങ്ങളാണ് തിളക്കമാർന്ന വിജയത്തിലേക്ക് UDF സർക്കാരിനെ എത്തിച്ചത്? വിശദമായി പരിശോധിക്കുകയാണ് നമ്മൾ വാർത്താ തരംഗത്തിൽ. ശക്തമായ ഭരണവിരുദ്ധ വികാരമാണ് കേരളത്തിൽ UDF സർക്കാരിനെ അധികാരത്തിലെത്തിച്ചത്. 10 വർഷം നീണ്ട പിണറായി വിജയൻ സർക്കാരിനോടുള്ള ജനങ്ങളുടെ അപ്രീതിയും, ശബരിമല സ്വർണ്ണക്കൊള്ള, ആരോഗ്യരംഗത്തെ പോരായ്മകൾ, പോലീസിന്റെ അമിതാധികാര പ്രയോഗമടക്കമുള്ള വിഷയങ്ങളും ചൂണ്ടിക്കാട്ടിയ UDFന് മുന്നിൽ ഇനിയുള്ളത് വളരെ നിർണായകമായ 5 വർഷങ്ങളാണ്. 102 സീറ്റുകൾ നേടി വലിയ ഭൂരിപക്ഷത്തോടെ അധികാരത്തിലെത്തിയ VD സതീശൻ സർക്കാരിനുമേൽ ജനങ്ങളുടെ അമിത പ്രതീക്ഷയുടെ ഭാരവുമുണ്ട്. 10 വർഷത്തെ LDF ഭരണത്തിനെതിരെയുള്ള ശക്തമായ ജനവികാരം UDFന് അനുകൂലമായി മാറിയതോടെയാണ് VD സതീശൻ സർക്കാർ അധികാരത്തിലെത്തിയത്. സംസ്ഥാനം നേരിട്ട കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയും ധനകാര്യ മാനേജ്മെന്റിലെ പോരായ്മകളും പ്രധാന ചർച്ചാ വിഷയമാക്കിയ UDF ശബരിമല സ്വർണ്ണക്കൊള്ള അടക്കമുള്ള വിശ്വാസപരമായ വിഷയങ്ങളും ഏറ്റെടുത്തു. ജയിച്ചുകയറിയ VD സർക്കാരിന് പ്രതീക്ഷയുടെ അമിതഭാരം. വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് VD സർക്കാർ യഥാർത്ഥ പരീക്ഷണം നേരിടാൻ പോകുന്നതേയുള്ളൂ. സംസ്ഥാനത്തെ വർദ്ധിച്ചു വന്ന സാമ്പത്തിക ബാധ്യതകളും കടക്കണിയും വരും നാളുകളിൽ സർക്കാരിന് തലവേദനയാകുമെന്നാണ് വിലയിരുത്തൽ. വികസന മുരടിപ്പും അഴിമതി ആരോപണങ്ങളും ഭരണത്തിലെ കെടുകാര്യസ്ഥതയും ചൂണ്ടിക്കാട്ടിയ മുൻ പ്രതിപക്ഷം ട്രഷറി ബെഞ്ചിലേക്ക് എത്തുമ്പോൾ കൂടുതലായി ഓഡിറ്റ് ചെയ്യപ്പെടും. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ് ഏറ്റവും വലിയ തലവേദന. ദൈനംദിന ചെലവുകൾക്കും ക്ഷേമ പെൻഷനുകൾക്കുമായി പണം കണ്ടെത്തുക എന്നത് വലിയ വെല്ലുവിളിയാണ്. ഇതിനിടെയാണ് KSRTCയിലെ വനിതകൾക്കുള്ള സൗജന്യ യാത്ര വരുത്തിവെക്കുന്ന വൻ കടബാധ്യത. ഓർഡിനറി ബസ്സുകളിൽ മാത്രം പദ്ധതി നടപ്പാക്കിയാലും പ്രതിമാസം 57 കോടി രൂപയാണ് KSRTCക്ക് നഷ്ടം സംഭവിക്കുക. സബ്സിഡിയായി തുക കോർപ്പറേഷന് നൽകിയാലും വൻ പ്രതിസന്ധിയായിരിക്കും സർക്കാർ നേരിടുക. ഗൾഫ് മേഖലയിലെ സംഘർഷം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ ആശങ്ക സൃഷ്ടിക്കുന്നതാണ്. കേരളത്തിന്റെ സമ്പദ്ഘടനയെ ബാധിക്കുന്ന ഇത്തരം പ്രശ്നങ്ങളെ എങ്ങനെ അഭിമുഖീകരിക്കുമെന്ന് ഇക്കഴിഞ്ഞ നയപ്രഖ്യാപന പ്രസംഗത്തിൽ സർക്കാർ പറയുന്നില്ല. വിദേശ നാണയത്തിന്റെ ഒഴുക്ക് മറ്റേത് സംസ്ഥാനങ്ങളെക്കാളും കേരളത്തിന് പ്രധാനമാണ്. അതേസമയം കേരളത്തിൽ നിന്ന് വൻതോതിൽ പണം സമ്പാദിച്ചു മടങ്ങുന്ന അന്യസംസ്ഥാന തൊഴിലാളികൾ സൃഷ്ടിക്കുന്ന റിവേഴ്സ് റെമിറ്റൻസിനും സർക്കാർ പരിഹാരം കാണേണ്ടതുണ്ട്. ഇതിനു പിന്നാലെയാണ് GST വിഹിതം, കടമെടുപ്പ് പരിധി തുടങ്ങിയ വിഷയങ്ങളിൽ പ്രതിസന്ധികൾ നേരിടാൻ പോകുന്നത്. കേന്ദ്ര സർക്കാരുമായി ഒത്തുപോകുന്നതിനൊപ്പം സംസ്ഥാനത്തിന്റെ അവകാശങ്ങൾ നേടിയെടുക്കേണ്ടതും വെല്ലുവിളിയാണ്. മറ്റൊരു പ്രധാന പ്രതിസന്ധി കിഫ്ബി പദ്ധതികളുടെ ഭാവിയാണ്. കിഫ്ബിയുടെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചതോടെ പദ്ധതികളുടെ മുന്നോട്ടുള്ള നടത്തിപ്പ് എങ്ങനെയാകുമെന്നതിൽ വ്യക്തതയില്ല. മുൻ സർക്കാരിന്റെ ഫ്ളാഗ്ഷിപ്പ് പ്രൊജക്ടുകളായ ലൈഫ് മിഷൻ, K-ഫോൺ, നവകേരള മിഷൻ, വിഴിഞ്ഞം പോർട്ടിന്റെ തുടർ വികസനങ്ങൾ എന്നിവയ്ക്കെല്ലാം പണം കണ്ടെത്തേണ്ടതും VDS സർക്കാർ നേരിടാൻ പോകുന്ന വെല്ലുവിളികളാണ്. ചുരുക്കി പറഞ്ഞാൽ 10 വർഷത്തെ LDF ഭരണത്തിനു ശേഷം ഭരണം പിടിച്ചെടുത്ത UDFന് മുന്നിൽ ഇനിയുള്ളത് കല്ലും മുള്ളും നിറഞ്ഞ പാതയാണ്. റിസർച്ച് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.